ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചുകൊണ്ടിരുന്നത് പെർഗമോസിലെ സഭയെ കുറിച്ചായിരുന്നു. പെർഗമോസിലെ സഭയിലെ ദൂതൻ എഴുതുക എന്നുള്ള ഭാഗത്തെ കുറിച്ചായിരുന്നു നമ്മൾ അവിടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു 15-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, അവണ്ണം നിക്കോലിവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്ക് ഉണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ നിക്കോലിവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാരണം വേണ്ടാത്ത കാര്യങ്ങൾ, അതായത് സഭകളിൽ, അതായത് ദൈവജനത്തെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്ന എന്തും, അതായത് ദൈവവചന വിരുദ്ധമായി എന്തു പഠിപ്പിച്ചാലും അത് നിക്കോലിവരുടെ ഉപദേശമാണ്. വിഗ്രഹങ്ങൾ വെക്കരുത് അല്ലെങ്കിൽ വിഗ്രഹത്തെ വണങ്ങരുത് എന്ന് പറഞ്ഞിട്ട് അതിനെ വണങ്ങാൻ പേരിപ്പിക്കുന്നതെല്ലാം നിക്കോലിമരുടെ ഉപദേശത്തിൽ പെടുന്നതാണ്. ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞ്, അതായത് ഞങ്ങൾ ഇനിയും ചെയ്യും എന്ന് പറയുന്നവരെല്ലാം എന്താണ്? നിക്കോലിമരുടെ ഉപദേശമാണ് ഈ കാലങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു സത്യം എന്ന് പറയുന്നത്, അപ്പോ ആ ഒരു ഉപദേശം എന്താണ്? കർത്താവ് ഒരുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ദൈവജനം കർത്താവിന്റെ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെ? ഇപ്പം തൃത്വം, ത്രിയേകം എന്നീ പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ വളരെ സൂക്ഷിച്ചോളൂ. അത് വളരെ തെറ്റായ നിക്കോലിബി ഉപദേശങ്ങളാണ് ഇവയൊക്കെ. ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഉപദേശങ്ങൾ മാത്രമാണ് ഇവയെന്ന് ഞാൻ ഉറപ്പിച്ചു കൊള്ളട്ടെ. അതാണ് പ്രധാനമായിട്ട് ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചികളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് ദൈവവചനം പറഞ്ഞിട്ട് അതിന് വിപരീതമായിട്ടാണ് ഇവിടുത്തെയുള്ള നിക്കോലിബിയ ഉപദേശങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കർത്താവിന്റെ രാജ്യത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവം ഏകനാണ് എന്ന് വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിച്ചാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വചനം ഞാൻ വീണ്ടും തുടരുകയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, ആകയാൽ നീ മാനസാന്തരപ്പെടണം, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വായിലെ വാളുകൊണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോ അതിന്റെ 21-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 21-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 21-5, ഞാൻ തന്നെ നീട്ടിയ കൈകൊണ്ട് ബലമുള്ള ഭുജം കൊണ്ടും കോപത്തോടെയും ക്രോധത്തോടെയും അത്യുഗ്രതയോടും കൂടെ നിങ്ങളോട് യുദ്ധം ചെയ്യും. അല്ലേ? അവിടെ രേഖപ്പെടുത്തിയ നീട്ടിയിരിക്കുന്ന ഭുജം, അല്ലേ? ദൈവത്തിന്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? നമ്മള് വായിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വെളിപ്പെട്ട ഭുജം, മനുഷ്യനായി വെളിപ്പെട്ട ഭുജം, അല്ലേ? ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. അങ്ങനെ ആ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നു. ആൻഡ് ഐ മൈസെൽഫ് വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് യു വിത്ത് ആൻ outstretched hand and with a strong arm, even in anger and in fury and in a great wrath എന്നാണ് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോ കർത്താവ് യുദ്ധം ചെയ്യുമെന്നുള്ള കാര്യം വളരെ സംശയമില്ലാത്ത കാര്യമാണ്. അവൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. നിങ്ങളിലുള്ളവർ ഈ വകക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കർത്താവിന്റെ രാജ്യത്തേക്ക് നിങ്ങൾ എടുക്കപ്പെടുകയില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും.
അല്ലേ? അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇനി അടുത്തത് കേട്ടോണം. 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന്, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ജയിക്കുന്നവൻ. നിക്കോലിവ ഉപദേശങ്ങളിൽ നിന്ന് ദൈവം തൃത്വമാണെന്ന് പഠിപ്പിക്കുന്ന നിക്കോലിവ ഉപദേശങ്ങൾ, ദൈവം ത്രിയേകമാണെന്ന് പഠിപ്പിക്കുന്ന നിക്കോലിവ ഉപദേശങ്ങളിൽ നിന്ന് മാറുന്നവന്, അതിൽ നിന്ന് ജയിക്കുന്നവന് എന്താണ്? മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കുമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മറഞ്ഞിരിക്കുന്ന മന്ന ക്രിസ്തു തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു, അല്ലേ? അപ്പോ പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോ, പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വീണ് കിടക്കുന്ന മഞ്ഞു മാറിയ ശേഷം മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പിലിന്റെ മാതിരിയിൽ ഒരു നേരിയ വസ്തു ഉറച്ച മഞ്ഞു പോലെ നിലത്ത് കിടക്കുന്നത് കണ്ടു. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറേ എന്തെന്നറിയാൽ ഇതെന്തെന്ന് തമ്മിൽ തമ്മിൽ ചോദിച്ചു. മോശെ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. ഓരോരുത്തരും ഭക്ഷിക്കുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവിൻ. താന്താര കൂടാരത്തിലുള്ളവർ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഇടങ്ങഴി വീതം എടുത്തു കൊള്ളണമെന്ന് യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അല്ലെ? 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ 16-31 നമ്മൾ വായിക്കുന്നു, ഇസ്രായേലിയർ ആ സാധനത്തിന് മന്ന എന്ന് പേരിട്ടു. അത് കോത്തമ്പലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശയോടൊത്ത രുചിയുള്ളതുമായിരുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും. 35-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാവുന്നു. എന്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. അപ്പൊ ജീവന്റെ അപ്പം കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 48-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 48 മുതൽ 51 വരെ വായിക്കുമ്പോ, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇത് തിന്നുന്നവർ മരിക്കാതിരിക്കേണ്ട സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അത് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എന്താണ് ആത്മാവ് സഭകളോട് പറയുന്നത്? എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ല്, അടുത്ത് കൊടുക്കുന്ന മന്ന കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി എന്താണ് വെള്ളക്കല്ല്? എന്താണ് ഈ വെള്ളക്കല്ല്? ഉത്സവങ്ങൾക്കുള്ള ടിക്കറ്റ് പോലെ അക്കാലത്ത് ചില സന്ദർഭങ്ങളിൽ തന്നെ വെള്ളക്കല്ല് ഉപയോഗിച്ചിരുന്നു എന്നാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ അർത്ഥം കുഞ്ഞാടിന്റെ അത്താഴ സദ്യക്കുള്ള പ്രവേശന അനുമതിയാണ് അത് കാണിക്കുന്നത്, അല്ലേ? അവിടെയും ഒരു ടിക്കറ്റ് ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമാണ്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. ഇത് സത്യവചനമാണ്, ഇത് കള്ളം പറയുന്ന വചനമല്ല എന്നുള്ള കാര്യം 100% ഉറപ്പായ കാര്യമാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ, അല്ലേ? ഭാഗ്യവാന്മാർ, അല്ലേ? കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെടുന്നവർ എന്താണ്? ഭാഗ്യമുള്ളവരെന്നാണ് അവിടെ രേഖപ്പെടുത്തിയത്. ആ ഭാഗ്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ നിക്കോലിവരുടെ ഉപദേശവും എന്താണ്?
ബാലാക്കിന്റെ ഉപദേശമൊക്കെ ത്യജിച്ചു കളയേണ്ടതിന്റെ സമയം എത്രയോ അടുത്തിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഈ തരണത്തില് ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ, ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും, ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്ത ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്ന ഒരു പുതിയ പേരും കൊടുക്കും. എന്താണ് ഈ പുതിയ പേര്? ക്രിസ്തു ഒരുവന് നൽകുന്ന പേര് അവനോ അവളോ ആരാണെന്ന് കൃത്യമായ സൂചന നൽകുന്നതായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 17:5 നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 17:5 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 17-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഇനി നിന്നെ അബ്രാം എന്നല്ല വിളിക്കേണ്ടത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കിയിരിക്കാൻ നിന്റെ പേര് അബ്രഹാം എന്നിരിക്കണം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മള് ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 32-ന്റെ 28 നമ്മൾ കാണുന്നു. 28-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചു ജയിച്ചത് കൊണ്ട് നിന്റെ പേരിനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും എന്ന് അവൻ പറഞ്ഞു. അപ്പൊ ദൈവം നമുക്കൊരു പേര് തരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ പേര് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, അല്ലേ? അനുസരിക്കണം. നിക്കോദേവരുടെ ഉപദേശവും ബിലെയാമിന്റെ ഉപദേശവും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് കർത്താവിനെ അനുഗമിക്കാൻ എത്ര പേർ തയ്യാറാണ്? അവർക്ക് വേണ്ടി മാത്രമായിരിക്കും കർത്താവ് വരാൻ പോകുന്നത്. വളരെ വ്യക്തമായിട്ട് വചനം വളരെ വ്യക്തവും ശക്തവുമായിട്ട് തന്നെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്, അല്ലെ? ഇനി 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, തുയേദിരയിലെ സഭയുടെ ദൂതന്. ഏതാണ് ഈ തുയേദിര? പെർഗമോസിന് ഏകദേശം 70 കിലോമീറ്റർ തെക്ക് കിഴക്കായിട്ട് കിടക്കുന്ന ഒരു പട്ടണമാണ് ഈ തുയദ്ര എന്ന് പറയുന്നത്. അപ്പൊ സുയദ്രയുടെ സഭയിലെ ദൂതൻ എഴുതുക, അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശ്യവുമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു. അപ്പൊ ഇവിടെ ദൈവപുത്രൻ എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകളുടെയും ചിന്ത രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നുള്ളതാണ്. വളരെ പോഷ്കായ ചിന്താഗതിയാണ്. പുത്രത്വം എന്ന് പറയുന്ന ദൈവത്തിന്റെ വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. ആ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വെള്ളത്തിന് സദൃശ്യമായ കാലുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വ്യക്തിയെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നില്ല. കാരണം രണ്ട് അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ നമുക്കില്ല, രണ്ട് ദൈവങ്ങൾ നമുക്കില്ല. അത് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. പുത്രനും അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനായ രണ്ടാമത്തെ വ്യക്തിയും ദൈവത്തിനകത്തില്ല, അല്ലെ? എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് ഇനി പുതിയ നിയമത്തിൽ ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ രണ്ടാമതൊരു വ്യക്തി കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം നമ്മളോട് എന്ത് ചെയ്തേക്കാണ്? കള്ളം പറഞ്ഞതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ദൈവത്തിൽ മറ്റൊരാളില്ല എന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ദൈവപുത്രൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഓരോ വചനങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പതിയെ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഞാൻ നിന്റെ പ്രവൃത്തിയും നിന്റെ സ്നേഹം, വിശ്വാസം, ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തിയും ആദ്യത്തേതിലും ഏറെ എന്ന് അറിയുന്നു. അവിടെ പറയുന്ന കാര്യങ്ങൾ, ഞാൻ നിന്റെ പ്രവൃത്തി. ഇനി തുയേദ്ര സഭയെ കുറിച്ച് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി, നിന്റെ സ്നേഹം, വിശ്വാസം. എന്തുകൊണ്ടായിരിക്കും സ്നേഹം, വിശ്വാസം? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:6 നമ്മൾ കാണുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 6-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ക്രിസ്തയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രയാ കാര്യമെന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെ? എങ്ങനെയുള്ള വിശ്വാസമാണ് വേണ്ടത്? എങ്ങനെയുള്ള വിശ്വാസവും സ്നേഹവുമാണ് വേണ്ടത്? ക്രിസ്തയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലെ? അപ്പോ ശുശ്രൂഷ, സഹിഷ്ണുത എന്നിവയും നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറിയുന്നു
അപ്പൊ എന്താണ്? ശുശ്രൂഷയുണ്ട്, സഹിഷ്ണുത എന്നിവ നിന്റെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിൽ ഏറെ എന്നും അറിയുന്നു. എന്താണ് ഈ ഏറെ എന്നറിയുന്നത്? അതായത് ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തിൽ നിന്ന് ഏറെ എന്നും, അതായത് ക്രിസ്തുവിന് വേണ്ടിയുള്ള ശുശ്രൂഷയും തീഷ്ണതയും കാലം ചെല്ലും തോറും കുറഞ്ഞു പോകുന്ന പല സഭകളെയും പോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് അവരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? ഇപ്പൊ ചില ആളുകളൊക്കെ ഇന്ന് തൃത്വം എന്ന് പറയുന്ന സംഗതി വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിനെയൊക്കെ മറക്കാൻ തുടങ്ങി. ഒരു ശുശ്രൂഷയൊക്കെ അവര് ഭയങ്കരമായിട്ട് തികയ്ക്കുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇപ്പൊ ഭയങ്കര ശുശ്രൂഷയൊക്കെ നടത്തുന്ന പല ദൈവദാസന്മാരെന്ന് പറയുന്നവർ പലരും തെറ്റിപ്പോയി. കാരണം തൃത്വം എന്ന് പറയുന്ന വിശ്വാസം അവരുടെ ജീവിതങ്ങളിലേക്ക് വന്നു തുടങ്ങി കഴിഞ്ഞപ്പോ എന്താണ്, അവർക്ക് എന്ത് സംഭവിക്കാൻ തുടങ്ങി? തെറ്റുകൾ ഏറി തുടങ്ങി എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, വലിയ വലിയ ശുശ്രൂഷകൾ ചെയ്ത ദൈവദാസന്മാര് പലരും പുറകോട്ട് പോയി, പലരെയും വീഴ്ത്തിയത് ഈ തൃത്വമാണ്, അല്ലെ? പലരെയും തകർത്തതും ഈ തൃത്വം തന്നെയാണ്. ഈ തൃത്വത്തിലുള്ള വിശ്വാസമാണ് പലരെയും തകർത്തത്. കാരണം പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ? കഴിഞ്ഞ ദിവസം ഏതോ ഒരു പാസ്റ്റർ പറയുന്നത് കേട്ടു, അത്യുന്നതൻ എന്ന് പറയുന്നത് വേറൊരാളാണെന്നും. ഇദ്ദേഹം ഒക്കെ എവിടുന്ന് വരുന്ന പാസ്റ്റേഴ്സ് ആണെന്ന് നമുക്കറിയില്ല, എവിടുന്നാണ് ഇവർക്കൊക്കെ ഇതിലുള്ള വെളിപ്പാടുകൾ കിട്ടുന്നതെന്ന് അറിയത്തില്ല. അവസാനമായപ്പോഴത്തേക്കും എന്താണ്, പലരുടെയും ഹൃദയങ്ങൾ കഠിനപ്പെടുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്, അല്ലെ? അത്യുന്നതൻ എന്നൊക്കെ കാണുമ്പോൾ അവർ പറയുന്നത് ഒന്നാമത്തെ ആളാണ് ഈ അത്യുന്നതനും, രണ്ടാമത്തെ ആള് യഹോവയാണെന്നും ഒക്കെയുള്ള പഠിപ്പീരുകൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ദൈവത്തെ രണ്ടായി കാണുവാനുള്ള രണ്ട് വ്യക്തികൾ ഉണ്ട്, അല്ലെ? യേശു ക്രിസ്തു രണ്ടാമനാണെന്നും, അല്ലെ? ഇത് രക്ഷയെ ബാധിക്കും. കാരണം രണ്ടാമനാണെന്ന് പറയുമ്പോൾ തന്നെ അത് രക്ഷയെ ബാധിക്കും. കാരണം യേശു ക്രിസ്തു പോലും അത് അടർത്തി മാറ്റുവാനായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഫിലിപ്പോസ് ചോദിച്ചപ്പം പറഞ്ഞ എന്താണ്, ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസ്, പിതാവിനെ ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ. ഇപ്പൊ ഇവിടുത്തെ ആളുകൾക്കെല്ലാം എന്താണ്, ദൈവത്തെ ഒന്ന് മുറിക്കണം, രണ്ടാമത്തെ വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് മുറിക്കണം. കാരണം രണ്ടാമത്തെ വ്യക്തിയാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് ഇതെല്ലാം. അപ്പം മൂന്ന് തുല്യരായ ദൈവങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇത് പോകുന്നത്. കാരണം എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണ്, ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയാതെ ഇപ്പൊ എന്താണ്, ദൈവം മൂന്ന് പേരാണെന്നും മൂന്ന് വ്യക്തികളാണെന്നും വിശ്വസിക്കാനാണ് ഇപ്പോൾ ഇവർക്കുള്ള താല്പര്യം എന്ന് പറയുന്നത്. ആദ്യത്തിൽ ഏറെ എന്നും അറിയുന്നു. അപ്പോ എന്താണ് ഈ അറിയുന്നു? രണ്ടാം വാക്യത്തിലുണ്ടത്, അല്ലെ? എന്താണ്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം. വെളിപ്പാട് 2:2. എന്താണ് ഈ 2:2? ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാര് അല്ലാതിരിക്കെ നിങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കള്ളന്മാരെന്ന് കണ്ടതും. അപ്പൊ എന്താണ്, ഇങ്ങനെ കള്ള അപ്പോസ്തലന്മാർ, കാരണം ദൈവത്തെ മുറിക്കുന്ന അപ്പോസ്തലന്മാർ, അതായത് രണ്ട് ദൈവങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് വ്യക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു വലിയ പഠനം ഇക്കാലങ്ങളില് ഏറി വരുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ കള്ളന്മാരെ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. ഏകദൈവമാണെന്ന് പറയുന്നത് ത്രിയേക ദൈവമാണെന്ന് പഠിപ്പിക്കുന്ന കള്ളത്തരം പറയുന്ന പാസ്റ്റർമാർ അല്ലെങ്കിൽ ഉപദേശിമാർ അല്ലെങ്കിൽ ആരുമാകട്ടെ, പുരോഹിതന്മാരാകട്ടെ, ആരുമാകട്ടെ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യണം? കള്ളത്തരം പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ജനത്തെ എങ്ങനെ നരകവാതിലുകളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഏറെ എന്ന് അറിയുന്നു. അപ്പൊ 20-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞുകൊണ്ട് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പണം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. അപ്പൊ അവിടെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. എല്ലാം എന്താണ്, വിശ്വാസം കൂടി കഴിഞ്ഞപ്പം ആവശ്യമില്ലാത്ത ഉപദേശങ്ങളൊക്കെ സഭയിലേക്ക് കയറി വരാൻ തുടങ്ങി. ദൈവം മൂന്ന് പേരാണെന്നും മൂന്ന് വ്യക്തികളാണെന്നും ഒക്കെയുള്ള പഠിപ്പീരുകൾ ഏറി വരാൻ തുടങ്ങി. അപ്പൊ ആ ഏറി വരുന്നതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ അങ്ങനെയുള്ള ഓരോ പഠിപ്പീരുകൾ, ആവശ്യമില്ലാത്ത പഠിപ്പീരുകൾ സഭയിലേക്ക് നുഴഞ്ഞ്
കയറി വരുന്നതിനെയാണ് ഇത് കാണിച്ചു വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു. അപ്പൊ അനുവദിക്കുകയാണ്, അല്ലെ? അനുവദിക്കുന്നു. അപ്പൊ സഭകളിൽ ഇന്ന് നമ്മൾ, സഭകൾ എന്ന് പറയുന്ന സംഘടനകളിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്? ആവശ്യമില്ലാത്ത ഉപദേശങ്ങൾ തള്ളിക്കയറ്റുകയാണ്. ഇക്കാലങ്ങളിൽ സാധാരണ ഒരു പരിപാടിയാണ് ഇങ്ങനെ തള്ളിക്കയറ്റുക. അപ്പൊ ആവശ്യമില്ലാത്തതൊക്കെ എന്ത് ചെയ്യുന്നു? തള്ളിക്കയറ്റുന്നു. അപ്പൊ ആവശ്യമില്ലാത്തതൊക്കെ തള്ളിക്കയറ്റുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അതാണ് കുറ്റം പറയുകയാണ്, അല്ലേ? 4:14 നമ്മൾ വായിക്കുമ്പോ എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതെന്നാ? എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞ ഒരു കുറ്റം പറയുവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പണം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുന്നിൽ ഇടച്ചു വെപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെ? ഈ കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഭയങ്കര ശുശ്രൂഷകളൊക്കെ ചെയ്ത ആളുകളുടെ വായിൽ ഇപ്പം തൃത്വം മാത്രമേ വരത്തുള്ളൂ. 3 ദൈവങ്ങളും 3 വ്യക്തികളും ഒക്കെ വരത്തുള്ളൂ. 3 ദൈവങ്ങളും 3 വ്യക്തികളും ഒക്കെ. ദൈവം ഏകനാണെന്ന് പറഞ്ഞിട്ടും, ഒറ്റ ഒരാളാന്ന് പറഞ്ഞിട്ടും, ഒൺലി ട്രൂ ഗോഡാന്ന് പറഞ്ഞിട്ടും 3 പേരുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ഇന്നത്തെ പുതിയ ഉപദേശിമാരുടെ ഭാഷണം എന്ന് പറയുന്നത്. അത് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ അവർക്ക് സ്റ്റേജ് കിട്ടത്തില്ല, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട് അവർക്ക്. അത് പറയുമ്പോഴാണ് അവർക്ക് മേന്മ കിട്ടത്തുള്ളൂ, സമൂഹത്തിൽ അവർക്ക് ഒരു നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, അല്ലെ? കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്, അല്ലേ? ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും. അപ്പൊ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടാൻ സമയം കൊടുത്തിട്ടും എന്താണ്? ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്, മാനസാന്തരപ്പെടുക, അല്ലെ? യേശു ക്രിസ്തുവിനെ വിട്ട് 3 ദൈവങ്ങളും 3 വ്യക്തികളാണെന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റായ ഒരു പ്രവണത തന്നെയാണ്. മാനസാന്തരപ്പെടുവാനുള്ള സമയം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 2-ാം അധ്യായം 4-ാമത്തെ വാക്യം ശ്രദ്ധിക്കണം. അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? അല്ലേ? കാരണം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ഇപ്പോഴും എന്താണ്? ദൈവം നിന്നോട് കരുണ തോന്നിയത് കൊണ്ടാണ് പലപ്പോഴും നീ 3 ദൈവമാണെന്ന് പഠിപ്പിച്ചപ്പോഴും ദൈവം നിങ്ങളെ എന്താണ് വെറുതെ വിട്ടത്. കാരണം എന്താ? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള പഠിപ്പിക്കാൻ ശിക്ഷ വരാത്തത് എന്തുകൊണ്ടാണ്? ദൈവം നിന്നോട് ദയ കാണിക്കുന്നത് കൊണ്ടാണ്. നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദയയും ക്ഷമയും ഒക്കെ, ദൈവത്തിന്റെ ദയയും ക്ഷമയും ദീർഘശാന്തിയും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നിങ്ങൾ നിരസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. 2 പത്രോസ് 3:9 നമ്മൾ വായിക്കുന്നു. 2 പത്രോസ് 3:9, 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. എങ്കിലും ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരും നശിച്ചു പോകരുതെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ്, മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുവാനുള്ള സമയം പലപ്പോഴും തന്നിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മാനസാന്തരപ്പെടുന്നില്ല, വിടേണ്ടതിനെ വിടുന്നില്ല. അതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്, അല്ലെ? വിടേണ്ടവയെ വിടണം. ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കണം. തൃത്വം എന്ന് പറയുന്ന 3 ദൈവങ്ങളുള്ള ആ ഒരു വിശ്വാസം,
അത് വിടേണ്ടതാണ്. അങ്ങനെ ഒരു വിശ്വാസം ദൈവവചനത്തിനും ദൈവത്തിനും അറിയില്ല. അങ്ങനെ ഒരു വിശ്വാസത്തെ കുറിച്ച് ദൈവത്തിനും അറിയില്ല, ദൈവവചനത്തിലുമില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് എന്തും കൂട്ടിച്ചേർക്കപ്പെട്ട് എന്തൊക്കെയുണ്ടോ, വിഗ്രഹങ്ങളാകട്ടെ എന്താകട്ടെ, ദൈവത്തിൽ നിന്ന് അകറ്റുന്ന എന്തുമായിക്കൊള്ളട്ടെ, ദൈവവചനത്തിൽ ഇല്ലാത്തതൊന്നും ചേർക്കുകയോ ചെയ്താൽ അവരെന്താണ്? കള്ള സഹോദരന്മാരാണ്, കള്ള അപ്പോസ്തലന്മാരെന്നാണ് അവരെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരിൽ മനസ്സില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വെളിപ്പാട് പുസ്തകം 2:22 വായിക്കുമ്പോൾ അങ്ങനെ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും. അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവളെ കിടപ്പിലും അവളോട് വ്യഭിചരിക്കുന്നവരെ, അതായത് മാനസാന്തരപ്പെടാനുള്ള അവസരം നിരാകരിക്കുന്നത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെയോ ദൈവശിക്ഷയ്ക്ക് കാരണമായി തീരും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവളുമായി വ്യഭിചരിക്കുന്നവരെ. അപ്പൊ ഈ വ്യഭിചരിക്കുക, വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഈ അക്ഷരത്തിൽ അല്ലെങ്കിൽ അലങ്കാരിതമുള്ള വ്യഭിചാരത്തെ ആവാം സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുമാവാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ അവിശ്വസ്തതയാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്നത്. അതായത് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം അവിശ്വാസം കാണിക്കുക അല്ലെങ്കിൽ വിശ്വസ്തത ദൈവത്തോട് കാണിക്കാതെ വരുന്ന ആ ഭാഗത്തെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അല്ലാതെ പുരുഷ സ്ത്രീ ബന്ധത്തെ അല്ല അവിടെ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം എന്ന് പറയുന്നത്. ദൈവത്തെ വിട്ടുകളയുക എന്നുള്ളതാണ്, അല്ലെ? അവന്റെ വചനങ്ങളെ അനുസരിക്കാതെ കളയുന്ന ഒരു കാഴ്ചയെ കുറിച്ചാണ് വായിക്കുക. ഇരമ്യാവിന്റെ പുസ്തകം 2:2, ജെറമ്യ 2:2. നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്തിന് നീ എന്നെ അനുഗമിച്ചു, നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹവും നിശ്ചയിച്ച കാലത്തെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഗോ ആൻഡ് ക്രൈ ഇൻ ദ ears of Jerusalem, saying, the saith the Lord, I remember thee, the kind of thy youth, the love of thine follows, when thou wentest after me in the wilderness, in a land that was not sown. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ അതായത് സഭ എന്ന് പറയുമ്പോൾ മണവാട്ടിയാണ്, അല്ലെ? സഭ എന്ന് കുറിക്കുമ്പോൾ എന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. ഇതൊരു ആത്മീയ മർമ്മമാണ്, അല്ലാതെ ഭൂമിയിലെ മണവാട്ടി മണവാളൻ എന്ന അർത്ഥത്തിലല്ല അത് ഉദ്ദേശിക്കുന്നത്. ഇതൊരു ആത്മീയ മർമ്മമാണ്. അപ്പോ ആ ഒരു റിലേഷൻ, ആ ബന്ധം, ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തെയാണ് അത് കാണിക്കുന്നത്. അതാണ് അവിടെ നീ ചെന്ന് യെരൂശലേം കേൾക്കെ വിളിച്ചു പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മരുഭൂമിയിൽ വിതയ്ക്കാത്ത ദേശത്ത് തന്നെ നീ എന്നെ അനുഗമിച്ചു, നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേ അധ്യായത്തിന്റെ 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, യോശിയ രാജാവിന്റെ കാലത്ത് യഹോവ എന്നോട് അരുളി ചെയ്ത്, വിശ്വാസത്യാഗിനിയായി ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ? അവൾ ഉയരമുള്ള എല്ലാ മലകളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു. ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങി വരികയും എന്ന് ഞാൻ വിചാരിച്ചു, എന്നാൽ അവൾ മടങ്ങി വന്നില്ല. വിശ്വാസപാതകി യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു. വിശ്വാസസാഗിയായ ഇസ്രായേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു. ഉപേക്ഷണപത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളെ ചെന്ന് പരസംഗം ചെയ്തു എന്ന് അവിടെ കാണുന്നു. 9-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗ ഹേതുവായി ദേശം മലിനമായി പോയി, കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അല്ലേ? അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എസെക്കിയേലിന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 23:27 നമ്മൾ കാണുന്നു. എസെക്കിയേൽ 23:27 നമ്മൾ കാണുന്നു. എസെക്കിയേൽ 23:27.
23-ന്റെ 37. അവർ വ്യഭിചാരം ചെയ്തു, അവരുടെ കയ്യിൽ രക്തമുണ്ട്, തങ്ങളുടെ വിഗ്രഹങ്ങളോട് അവർ വ്യഭിചാരം ചെയ്തു, അവർ എനിക്ക് പ്രസവിച്ച മക്കളെ അവയ്ക്ക് ഭോജനമായി അഗ്നിപ്രവേശം ചെയ്യിച്ചു എന്ന് അവിടെ കാണുന്നു. ഹോശേയ 1:2 നമ്മൾ വായിക്കുന്നു. ഹോശേയ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. ഹോശേയയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. യഹോവ ഹോശേയ മുഖാന്തരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ യഹോവ ഹോശേയയോട്, നീ ചെന്ന് പരസംഗം ചെയ്യുന്ന ഒരു ഭാര്യയെയും പരസംഗത്തിൽ ജനിച്ച മക്കളെയും എടുക്കുക, ദേശം യഹോവയെ വിട്ടുമാറി കഠിന പരസംഗം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് കൽപ്പിച്ചു. 4:15 നമ്മൾ വായിക്കുന്നു. അതേ പുസ്തകം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഇസ്രായേലിൽ നീ പരസംഗം ചെയ്താൽ യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ, നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേത് അവനിലേക്ക് കയറിപ്പോരുത്, യഹോവയാണ് എന്ന സത്യം ചെയ്യുകയുമരുത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം വ്യഭിചാരം എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്കൊരു വ്യക്തത ലഭിച്ചിരിക്കുന്നു, അല്ലെ? അവിശ്വാസം എന്നുള്ള ആ ഒരു കാര്യം, അല്ലെ? ദൈവത്തെ അവിശ്വസിക്കുക, അല്ലെങ്കിൽ വിശ്വസ്തത പാലിക്കാതിരിക്കുക, ദൈവവചനം അനുസരിക്കാതെ ഇരിക്കുക എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലും ആക്കിക്കളയും, അവളുടെ മക്കളെയും ഞാൻ കൊന്നുകളയും, ഞാൻ ഉൾപ്പൂവുകളെയും ഹൃദയങ്ങളെയും ആരായുന്നവൻ എന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. എന്നാൽ ഈ ഉപദേശം കൈക്കൊള്ളാതെയും അവർ പറയും പോലെ സാത്താന്റെ ആഴങ്ങൾ അറിഞ്ഞിട്ടില്ലാതെയും തുയേതര ശേഷം പേരോടും വേറൊരു ഭാരം ഞാൻ നിങ്ങളുടെ മേൽ ചുമത്തുന്നില്ല, എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവി എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളൊക്കെയും ഈ പ്രവർത്തനങ്ങളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എന്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേലെ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പ് കോലുകൊണ്ട് അവരെ മേയിക്കും, അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുകിപ്പോകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം പിതാവ് എന്ന് പറയുമ്പോൾ അവന്റെ ദൈവത്വത്തെയാണ് അവിടെ കാണിക്കുന്നത്, അല്ലെ? ദൈവത്വത്തിൽ നിന്നതുകൊണ്ട് അധികാരം കൊടുക്കുന്നതിനെയാണ് അത് കാണിക്കുന്നത്, അല്ലെ? വിധിക്കുന്നത് പുത്രത്വത്തിലൂടെ വിധിക്കുമ്പോൾ അവൻ പിതാവായി നിന്നുകൊണ്ട് അധികാരം കൊടുക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. 2 പിതാവ് നമുക്കില്ല, 2 പുത്രനും നമുക്കില്ല. വളരെ വ്യക്തമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാസ്തവം തന്നെയാണ്. ഇരുമ്പ് പോലെ കൊണ്ട് അവരെ ഉപയോഗിക്കും, അവർ കുശവന്റെ പാത്രം പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയ നക്ഷത്രവും കൊടുക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇവിടെയും പറയുന്നു എന്താണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്നാൽ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അപ്പോൾ ചെവിയുള്ളവന് മാത്രമേ ദൈവവചനം അനുസരിക്കാൻ കഴിയുകയുള്ളൂ. ആ ചെവി നമുക്ക് ഇപ്പോൾ ദൈവവചനത്തിലൂടെ തുറന്നു കിട്ടിയാൽ അത് നിങ്ങളുടെ ഭാഗ്യമാണ്. കുഞ്ഞാടിന്റെ കല്യാണ സദ്യയ്ക്ക് ഉണ്ണുവാൻ നിങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമീൻ.